ഹലോ എവ്രി വൺ. ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള B.Edൻ്റെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള ആദ്യത്തെ യൂണിറ്റാണ് കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഈ ഒരു മൊഡ്യൂളിനെയാണ് നമ്മളിന്ന് കൂടുതലായിട്ടും ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെ നമുക്ക് ഈ പേപ്പറിനെ പറ്റിയൊന്ന് പരിചയപ്പെടാം. ഈ പേപ്പറിൽ നമുക്ക് മെയിനായിട്ടും 5 മൊഡ്യൂൾസ് അല്ലെങ്കിൽ 5 യൂണിറ്റാണ് വരുന്നത്. അതിനൊന്ന് ഞാൻ വായിച്ചു തരാം. കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്, വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, ചൈൽഡ് റൈറ്റ്സ്, ലോസ്, പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് ആൻഡ് റോൾ ഓഫ് ടീച്ചേഴ്സ്, സ്കിൽസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇത്രയും മൊഡ്യൂൾസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ് എന്നുള്ള ഈ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ചൈൽഡ് മീനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു PDF-നകത്ത് അല്ലെങ്കിൽ സ്ലൈഡിനകത്ത് മൊത്തം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ പേപ്പറിനെ പറ്റി പരിചയപ്പെടാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് കിട്ടും. ശ്രദ്ധിക്കുക. ചൈൽഡ് മീനിങ്ങിൽ നമുക്ക് വരുന്ന 4 ടോപ്പിക്സ് ആണ്. ലീഗൽ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ്, right meaning of a child rights, why should children have rights, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാടു ആൻഡ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ NGO വർക്കിംഗ് ഫോർ ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാടു ആൻഡ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതിൽ കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഡീൽ ചെയ്യുന്നത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ NGOs, role of NGOs in Indian democracy, challenges faced by NGOs. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കുക, ഹിസ്റ്റോറിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, understanding child rights from the perspective of affected people, importance and need to the rights of children. പിന്നെ വരുന്നത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ചിൽഡ്രൻസ് റൈറ്റ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലായിട്ട് മെയിനായിട്ട് വരുന്നത്. ഇതിൽ ഇനിയും ഒരുപാട് സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാത്തിനെയും എടുത്ത് പറഞ്ഞിട്ടില്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസിനെ എന്താ പറയുക നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക. അതോടൊപ്പം അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ളതാണ്. ഈ മൊഡ്യൂൾ ഒരു ഹോളായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഒരു മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആദ്യമായിട്ടൊന്ന് നോക്കാം. ഇതിൽ വാട്ട് ഈസ് മീനിങ് ഓഫ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാം. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബുക്കിൻ്റെ PDF ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നോക്കുക. ഈ യൂണിറ്റിന് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഈ ഒരു 14 ക്വസ്റ്റ്യൻസിനെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് ടെൽ അബൌട്ട് ലീഗൽ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ്. ലീഗൽ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ സെഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് മീനിങ് റൈറ്റ് എന്താണ് എന്നുള്ളത് വരുന്നുണ്ട്. വാട്ട് ഈസ് മീനിങ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. പിന്നെ വരുന്നത് വൈ ഷുഡ് ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ്, വാട്ട് ആർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ചിൽഡ്രൻ, വാട്ട് ആർ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇൻ ഇന്ത്യ. ഈ 7th ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ ഒരുപാട് ലോസ് വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതൊക്കെ ഓർത്ത് വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ വരുന്നത് 8th ക്വസ്റ്റ്യൻ ആണ്. സ്പെൽ ഔട്ട് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാടു ആൻഡ് ഇന്ത്യ. ടെൽ അബൌട്ട് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. വാട്ട് ആർ ദി ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ NGOs. വാട്ട് ആർ ദി റോൾ ഓഫ് NGOs. വാട്ട് ആർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ NGOs. ഇവിടെ നിങ്ങൾക്ക് കാണാം NGOസിൻ്റെ തന്നെ 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആൻഡ് ടെൽ അബൌട്ട് ഹിസ്റ്റോറിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ,
വാട്ട് ആർ ദി ചൈൽഡ്ഹുഡ് ഇൻ ദ ആൻഷ്യൻറ്റ് വേൾഡ്. സോ ഒരു 14 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടിരിക്കുന്നത്. സോ നമുക്ക് കാണാം 1 to 14 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. സ്പെഷ്യൽ നീഡ്സ് എന്നുള്ളതും NGOs എന്നുള്ളതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ എളുപ്പവുമുള്ള ഒരു ഏരിയ ആണ് ഈ 2 ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ ഇവിടുത്തെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ചൈൽഡ് മീനിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, വാട്ട് ഈസ് മീനിങ് ഓഫ് ചൈൽഡ് എന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ഈ ഒരു സ്ലൈഡിനകത്ത് വളരെ കുറച്ച് മാത്രമായിരിക്കും കോണ്ടൻറ്റ് ഉണ്ടാവുക, പക്ഷെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്ന ഡിസ്ക്രിപ്ഷൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ നോക്കുക, ചൈൽഡ് മീനിങ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ PDF കൂടെ ഓപ്പൺ ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ചൈൽഡ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺട്രി, നമ്മൾ ഏതൊരു രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ കൺട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവിടെയുള്ള ചിൽഡ്രൻ്റെ ഗ്രോത്തും മെച്യൂരിറ്റിയും ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നോക്കുക, ദ ഫ്യൂച്ചർ ഓഫ് എ കൺട്രി ഡിപ്പെൻഡ്സ് ഓൺ ദ മെച്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് എ ചിൽഡ്രൻ ആൻഡ് ദി പ്രൈമറി എയിം ഓഫ് കൾച്ചർ ഹാസ് ബീൻ ടു പ്രൊട്ടക്ട് ദം ഫ്രം നെഗ്ലെക്റ്റ് ആൻഡ് വയലൻസ്. അപ്പോൾ ഈ കുട്ടികളെ, നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ് ആയിട്ടുള്ള ഈ കുട്ടികളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വയലൻസിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ മാറ്റി നിർത്തലുകളിൽ നിന്ന് തടയുക എന്നുള്ളതൊക്കെയാണ് കൾച്ചറിൻ്റെ ഒരു പ്രൈമറി എയിം എന്ന് പറയുന്നത്. Children today belong to disadvantaged minority group due to their physical, psychological and economic inadequacies. So ഇപ്പം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൈനോറിറ്റി ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പ്സിൻ്റെ ഭാഗമാവുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ഫിസിക്കലും സൈക്കോളജിക്കലും എക്കണോമിക്കും ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആക്കിയിട്ട് മാറ്റി തിരിക്കപ്പെടുന്നുണ്ട്. In the fast changing era of globalization, child care has taken a backseat, impacting both moral structure and social and economic needs. സോ ഈ സെൻറ്റൻസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യനെ കൺസേൺ ചെയ്തിട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ എന്താണ് ഗ്ലോബലൈസേഷൻ്റെ വരവോടുകൂടി തന്നെ ചൈൽഡ് കെയർ എന്ന് പറഞ്ഞത് ഒരു പിന്നോക്കത്തിലേക്ക്, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല. ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചൈൽഡ് കെയർ എന്ന് പറയുന്ന ഒരു ബാക്ക് സീറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെ കൂടുതലായിട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, while India has several laws and policy measures to protect children's interest, children's rights are still not achieved. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഈ ഒരു രാജ്യത്ത് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലോസും റെഗുലേഷൻസും റൂൾസും ഒക്കെ ഉണ്ട് ചിൽഡ്രനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിന്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകൾ നേടിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഇൻട്രസ്റ്റുകളും കാര്യങ്ങളും റൈറ്റ്സും ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന്, അല്ലെങ്കിൽ ചിൽഡ്രന്, ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ചൈൽഡ് മീൻസ് എനി പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള, 18 വയസ്സ് എത്താത്ത ആളുകളെയാണ് നമ്മൾ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ മൊത്തത്തിൽ എന്താണ് പറയുന്നത്? ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റാണ്. ഒരു രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ മെച്യൂരിറ്റീനെയും ഗ്രോത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരുപാട് മോറൽ അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഗ്ലോബലൈസേഷൻ്റെ ഇറയിൽ പോലും നമ്മുടെ ഈ ചൈൽഡ് എന്നുള്ള ഈ ഒരു ടേം, അല്ലെങ്കിൽ ചൈൽഡിൻ്റെ പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ലോസ് ഉണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ നടപ്പിലാകുന്നില്ല. ഒരു ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ ഹൂ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ് എന്നുള്ളതാണ്. ഇനി താഴെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം. ആ ബോക്സിനകത്ത് ഒരുപാട് ലോസ് കാണാം. ഇന്ത്യയിൽ വന്നിട്ടുള്ള ആക്റ്റുകളാണ് കേട്ടോ. ആ ആക്റ്റുകളും അത് വന്നിട്ടുള്ള, അത് പാലിക്കപ്പെടേണ്ട ഏജുകളുണ്ടല്ലോ, അതുമാണ് അവിടെ വന്നിട്ടുള്ളത്. ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് 14 years ആണ് കാണിക്കുന്നത്. മൈൻസ് ആക്ട് 18 years ആണ്. അതായത് ഈ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ചൈൽഡ് ലേബർ ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ്. കുട്ടികൾക്കുള്ള തൊഴിലുകളൊന്നും ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ്
14 വയസ്സ് വരെയുള്ള കുട്ടികളെ എന്നുള്ളത്. ഇത് 1986 വന്നിട്ടുള്ളതാണ്. ഇതുപോലെ ഒരുപാട് ആക്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മൈൻസ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, പ്ലാന്റേഷൻ ലേബർ ആക്ട്, അപ്രൻറ്റൈസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഏജുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിലൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് ലീഗൽ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് ആണ്. അപ്പം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. സോ ഇതൊക്കെ ഒരു 3 മാർക്സിനൊക്കെ വരാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ മാത്രം ഇതിനെടുക്കുക കേട്ടോ. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സോ ശ്രദ്ധിക്കുക, എന്താണ് ഒരു ലീഗൽ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യഥാർത്ഥത്തിൽ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിന് കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. പക്ഷേ 1989 കൺവെൻഷൻ പ്രകാരം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 18 ഇയേഴ്സ് ഓഫ് ഏജ് കഴിയാത്ത ഏതൊരു വ്യക്തിയും ചൈൽഡ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, സോ ലീഗൽ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ചൈൽഡ് എന്നുള്ളതിനൊരു കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ 1989 കൺവെൻഷൻ പ്രകാരം 18 ഇയേഴ്സ് ഓഫ് ഏജ് കഴിയാത്ത ആളുകളെയൊക്കെ നമ്മൾ ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ലോസ് വന്നിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്റ്റുകൾ നോക്കാം, അതിലെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം. സോ മെജോറിറ്റി ആക്ട് എന്താണെന്ന് നോക്കാം. ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് ഓഫ് 1875 provides the age of a majority to be 18 years old and for a minor whose person or ownership is appointed a guardian or whose property in the majority of 21 years is under the supervision of the court of wards. അതായത് 18 വയസ്സായി കഴിഞ്ഞാൽ ശരിക്കും മേജർ ആകും. ആൻഡ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും മൈനറായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരാളുടെ കീഴിലായിരിക്കും നമ്മളെപ്പോഴും ഉണ്ടാകുക. നമ്മുടെ ഒരു പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഗാർഡിയൻ്റെയോ കീഴിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 21 ഇയേഴ്സ് വരെ നമ്മൾ 21 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മേജർ ആകുന്നുള്ളൂ. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് മറ്റൊരു ലോ ആണ് ഇവിടെ കാണിക്കുന്നത്, ചൈൽഡ് ലേബർ ആക്ട്. സോ ഈ ആക്ട് വന്നിട്ടുള്ളത് 1986 ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് ഓർത്ത് വയ്ക്കുക. മെജോറിറ്റി ആക്ട് വന്നിട്ടുള്ളത് 1875 ചൈൽഡ് ലേബർ ആക്ട് വന്നിട്ടുള്ളത് 1986 സോ ഇതിലെന്താ പറയുന്നത്, ഒരു കുട്ടി 14 വയസ്സാകുന്നത് വരെയാണ് ചൈൽഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു കുട്ടി 14 വയസ്സ് വരെ ഭാരിച്ച പണികളൊന്നും എടുക്കാൻ പാടില്ല. അതായത് ലേബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ വലിയ ഭാരപ്പെട്ട പണികൾ എടുക്കുന്ന ആളുകളൊക്കെ 14 ഇയേഴ്സ് വരെ അതെടുക്കാൻ പാടില്ല. കാരണം ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് 14 ആണെന്നാണ് ചൈൽഡ് ലേബർ ആക്ട് പ്രകാരം പറയുന്നത്. സോ ഇന്ത്യൻ 1875 മെജോറിറ്റി ആക്ടും 1986 ചൈൽഡ് ലേബർ ആക്ടും നമ്മൾ പരിചയപ്പെട്ടു. നെക്സ്റ്റ് പറയുന്നത് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ഓഫ് 1926 സോ ഫ്രം ദ വെരി ടേം ഇറ്റ്സെൽഫ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതൊരു മാരേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾ 18 വയസ്സിന് മുകളിലും പുരുഷന്മാർ 21 വയസ്സിന് മുകളിലും ആയാൽ മാത്രമാണ് അവർക്ക് വിവാഹപ്രായമാകുന്നത് എന്നുള്ളതാണ്. സോ അവിടെയും അവർ ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് 18ഉം 21ഉം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മെന്നിൻ്റെ കേസിൽ 21 ആണ്, മറ്റേ സ്ത്രീകളുടെ കേസിൽ അത് 18 സോ അതാണ് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട്. അതിന് താഴെയുള്ള കല്യാണങ്ങളൊക്കെ എന്താണ്, ചൈൽഡ് മാരേജിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് 2000 വന്നിട്ടുള്ള JJ ആക്ട് ആണ്. JJ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. അവിടെയും പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു JJ ആക്ട് 2000 ദാറ്റ് ഈസ് ജുവനൈൽ ജസ്റ്റിസ് എ ജുവനൈൽ ഓർ എ ചൈൽഡ് മീൻസ് എ പേഴ്സൺ നോട്ട് 18 ഇയേഴ്സ് ഓൾഡ്. സോ 18 വയസ്സാകുന്നവരെയുള്ള കുട്ടികളെ തന്നെയാണ് ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, സോ അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 4 ആക്ടുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി ആക്ട്, ചൈൽഡ് ലേബർ ആക്ട്, ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ആൻഡ് JJ ആക്ട്. സോ ഇത് ഓർത്ത് വയ്ക്കുക. ലീഗൽ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 18 എന്നുള്ള ഒരു ബോർഡർ ഏജാണ് അവർ വെച്ചിട്ടുള്ളത്. 1989 കൺവെൻഷൻ പ്രകാരമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഉള്ളതിൽ ചൈൽഡ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷനൊന്നും ശരിക്കും കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് വായിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് റൈറ്റ് മീനിങ് അല്ലെങ്കിൽ മീനിങ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യാമെന്ന് നോക്കാം. അത് നമുക്കിതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. സോ റൈറ്റ് മീനിങ്ങിലുള്ള ഓരോ പോയിന്റ്സ് ഞാനൊന്ന് വായിച്ചു തരാം. റൈറ്റ്സ് എമർജ് ഫ്രം നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. ഹവെവർ ദ മോസ്റ്റ് ബേസിക് നീഡ്സ് ആർ റെഫേർഡ് ടു ആസ് റൈറ്റ്സ്.
ഓക്കെ. സോ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ അവകാശം, അതിനെയാണ് ശരിക്കും റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആളുകളുടെ ആവശ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആഗ്രഹങ്ങളിൽ നിന്നുമൊക്കെയാണ് റൈറ്റ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, റൈറ്റ്സ് എമേർജ് ഫ്രം നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളാണ്, അല്ലേ? നീഡുകൾ, നമ്മുടെ ആവശ്യങ്ങളുള്ള സമയത്താണ് നമുക്കത് നമ്മുടെ അവകാശങ്ങളായിട്ട് മാറുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന പ്രായത്തിലേക്ക് കല്യാണം കഴിച്ചാൽ മതി, ഇതൊക്കെ ഓരോരുത്തരുടെ ബേസിക് നീഡ്സ് ആണ്. ഈ ബേസിക് നീഡ്സിനെയാണ് നമ്മൾ റൈറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ്, നമ്മൾ പറഞ്ഞത് എന്താണ്? റൈറ്റ്സ് എമേർജ് ചെയ്യുന്നത് നീഡ്സിൽ നിന്നും ഡിസയേഴ്സിൽ നിന്നുമാണ്. ഒരാളുടെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബേസിക് നീഡ്സ് ആണ്. വിതൗട്ട് ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ബേസിക് നീഡ്സ് എ ചൈൽഡ്സ് നോർമൽ ഡെവലപ്മെൻറ്റ് കനോട്ട് ടേക്സ് പ്ലേസ്. ഒരു കുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നീഡുകളൊന്നും സാറ്റിസ്ഫൈ ചെയ്യാതെ ഒരിക്കലും ഒരു ചൈൽഡിൻ്റെ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചുള്ള ഡെവലപ്മെൻ്റ് ഒന്നും എടുക്കാൻ സാധ്യതയില്ല. നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു കുട്ടിയുടെ ബേസിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആ കുട്ടിയുടെ നോർമലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സക്സസ് ആവുകയുള്ളൂ. ഓക്കെ, റൈറ്റ്സ് ആർ കൺസിഡേർഡ് ആസ് ഫെയർ ആൻഡ് ജസ്റ്റ് ഫോർ എ പേഴ്സൺ ടു ഹാവ്. റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും, അത് എങ്ങനെയുള്ള ആളായിക്കോട്ടെ, ഏതൊരു കുട്ടിക്കും അവരുടെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എല്ലാവർക്കും അവകാശമുണ്ട്. അതായത് സ്ത്രീയാണോ പുരുഷനാണോ കറുത്തവനാണോ വെളുത്തവനാണോ ഏത് ജാതിയിൽപ്പെട്ട ആളാണോ, മുസൽമാനാണോ ക്രൈസ്തവരാണോ അതുപോലെ ഹിന്ദുവാണോ ജൈനയാണോ, ഇങ്ങനെയുള്ള മതങ്ങളെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഏത് ജെൻഡർ ആയിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ റൈറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്. അടുത്തത് എന്താണ്? റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് go together. Needs are not linked to responsibilities. റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ നീഡ്സ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളല്ല, അല്ലേ? നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും രണ്ടും രണ്ടാണ്. നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും, പക്ഷെ അതെല്ലാം കൂടെ റൈറ്റ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്നതും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നീഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംവാട്ട് ഡിഫറെൻറ്റ്. അടുത്തത് എന്താണ്? റൈറ്റ്സ് ഹാവ് എ ഫ്രെയിം വർക്ക് ഓഫ് റൂൾസ് ആൻഡ് ലോസ്. ഇൻ കേസ് ഓഫ് നീഡ്സ് വൺ കൻ നോട്ട് സീക്ക് ലീഗൽ ആക്ഷൻ. റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, റൂൾസ് ഉണ്ട്, ലോസ് ഉണ്ട്. പക്ഷേ നീഡ്സിൻ്റെ കേസിൽ ഒരാൾക്ക് ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ റൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലോ ആയിട്ട് മാറും, ഒരു റൂളായിട്ട് മാറും, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളായിട്ട് മാറും. പക്ഷെ ഒരാളുടെ നീഡ്സ് ഒരിക്കലും എന്തായിട്ട് മാറില്ല, ഒരു ലീഗൽ ആക്ഷൻ നടത്താനോ അല്ലെങ്കിൽ ഒരാളുടെ നീഡ്സിൻ്റെ പേരിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്നുള്ളത് ഒരു നീഡായിരിക്കും, അതൊരിക്കലും റൈറ്റ് അല്ല, എൻ്റെ അവകാശമല്ല. പക്ഷേ എൻ്റെ 14 വയസ്സ് വരെയുള്ള പഠനം, എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ റൈറ്റാണ്. അത് വേറെ ആർക്കും തടയാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അതാണ് റൈറ്റിൻ്റെയും നീഡിൻ്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ഇസ് ദറ്റ് ക്ലിയർ? സോ റൈറ്റ് മീനിങ് അല്ലെങ്കിൽ മീനിങ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിൽ നമ്മൾ 5 പോയിൻറ്റ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് റൈറ്റിൻ്റെ മീനിങ് ആയിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതിനെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ ലെങ്തിയർ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്, എന്നാലും അതിലുള്ള വളരെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സിനെയാണ് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ പോയിൻറ്റ്സും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കുന്നത് പോസിബിൾ അല്ല. സോ കഴിയുന്നതും നിങ്ങൾ മറ്റീരിയൽസിനെയും കൂടെ റെഫർ ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. So, child rights are specialized human rights applicable to all individuals below the age of 18 regardless of race, color, gender, language, religion, opinions, origins, wealth, birth status or ability. So, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് അല്ലെങ്കിൽ ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എന്തിൻ്റെയൊക്കെ ഇപ്പോൾ റേസോ കളറോ ജെൻഡറോ ലാംഗ്വേജ് കാര്യങ്ങളൊന്നും നോക്കാതെയാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. അല്ലെങ്കിൽ ചൈൽഡ് എന്നുള്ള ഈ ഒരു എന്താ പറയുക പ്രത്യേക പരിഗണന എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്. 18 വയസ്സായിട്ട് അതിൻ്റെ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലാണ് ആ ഒരു അവകാശം ഉള്ളത്. നെക്സ്റ്റ് എന്താണ് ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർവൈവൽ, റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ, ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് റൈറ്റ്സ് ടു കെയർ ആൻഡ് നർച്ചറിങ്. റൈറ്റ്സ് സർവൈവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിക്കാനല്ലേ, അവർക്ക് സർവൈവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ,
ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഇൻ ഡീറ്റെയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ലെങ്തിയർ ആവുന്നുണ്ട് നമ്മുടെ വീഡിയോ. സോ അതുകൊണ്ടാണ്. സോ ഈ ബേസിക് റൈറ്റ്സ് അവരുടെ അവകാശമാണ് കേട്ടോ. The concept of children's right has evolved over the past 50 years, but there is still no singularly accepted definition or theory. ഈ കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സർവൈവലും പ്രൊട്ടക്ഷനും പാർട്ടിസിപ്പേഷനും ഡെവലപ്മെൻറ്റും ഒക്കെ 50 വർഷത്തോളമായിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു ആക്റ്റായിട്ടും ലോസ് ആയിട്ടും റൂൾസ് ആയിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഈ ഒരു തിയറിക്കോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനോ ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനോ തിയറിയോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് ചൈൽഡ് എന്ന് പറയുമ്പോൾ കിട്ടുന്നില്ലല്ലോ. 18 ഇയേഴ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു രീതിയിലല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞെന്താണ് ചൈൽഡ് റൈറ്റിൻ്റെ മീനിങ് എന്താണ്, ബേസിക്കായിട്ട് 18 വയസ്സായിട്ടുള്ള അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ സെയിം ആയിട്ടുള്ള റൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതിലുള്ള ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് നമ്മൾ പറഞ്ഞു, റൈറ്റ് ടു സർവൈവൽ, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ, ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് കെയർ ആൻഡ് നേർച്ചറിങ് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഇതുവരെ ഇതിനെല്ലാം കൂടെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കറക്റ്റ് ഡെഫിനിഷനോ തിയറിയോ ആയിട്ട് ഇതുവരെ ഒന്നും ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് നോക്കുക, വൈ ഷുഡ് ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ്? എന്തിനാണ് കുട്ടികൾക്ക് റൈറ്റ്സ് എന്നുള്ളത്? ചിൽഡ്രൻ ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് റിക്വയർ സേഫ്റ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹ്യൂമൻ ബീയിങ്സ് ആണ്, മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവർക്കും സേഫ്റ്റി ആവശ്യമുണ്ട്, അവർക്കും അവസരങ്ങൾ ആവശ്യമുണ്ട്, അവർക്കും ഡെവലപ്മെൻറ്റ് വളർച്ച അവർക്കും അത്യാവശ്യമാണ്. പേഴ്സണാലിറ്റി ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. നമ്മളുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഫോം ചെയ്യുന്നത് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിലാണ് അല്ലേ. നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചവർക്കറിയാം. സോ ഈ ഏർലി ചൈൽഡ്ഹുഡിലാണ് ഈ പേഴ്സണാലിറ്റി ഒക്കെ രൂപപ്പെട്ട് വരുന്നത്, ഈ ഒരു 18 വയസ്സിന് മുൻപുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റിയും അവരുടെ പ്രൊട്ടക്ഷനും ഓപ്പർച്യൂണിറ്റീസും ഡെവലപ്മെൻറ്റും ഒക്കെ പ്രധാനമാണ്. ചിൽഡ്രൻ ആർ they need much more care and help than grown-ups do. വലിയ ആളെക്കാളും മുതിർന്ന ആളുകളെക്കാട്ടിലും ഒക്കെ ശ്രദ്ധയും കെയറും അറ്റൻഷനും ഒക്കെ കിട്ടേണ്ടത് കുട്ടികൾക്കാണ്. കാരണം അവരുടെ ആ ഒരു നേർച്ചറിങ്ങും കാര്യങ്ങളുമാണ് പിന്നീടുള്ള അവരുടെ ഡെവലപ്മെൻറ്റിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ബീയിങ് യങ് ഇൻ ഏജ് ദേ കെ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ് ഓർ ജുഡീഷ്യൽ സിസ്റ്റം ഡെസ്പൈറ്റ് കോൺട്രിബ്യൂട്ടിംഗ് ദ സൊസൈറ്റീസ് പ്രോഗ്രസ്. അപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് പൊളിറ്റിക്സിലും കാര്യങ്ങളിലും ഒന്നും പങ്കെടുക്കാൻ കഴിയില്ല, ജുഡീഷ്യൽ സിസ്റ്റത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നേർച്ചറിങ്ങിനും സൊസൈറ്റിയുടെ പ്രോഗ്രസ്സിനും ഒക്കെ കാരണക്കാരാകുന്ന ഇവർ വലുതാവുമ്പോൾ കാരണക്കാരാവുന്ന ഇവർക്ക് നല്ല രീതിയിലുള്ള നേർച്ചറിങ്ങും കാര്യങ്ങളും പ്രൊട്ടക്ഷൻസും ഒക്കെ കിട്ടേണ്ടത് ഈ യങ്ങർ ആയിട്ടുള്ള ഏജിലാണ്. ഡ്യൂറിങ് ഏർലി ഇയേഴ്സ് ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ അഡൽട്ട്സ് ആൻഡ് ദെയർഫോർ നീഡ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആൻഡ് അപ്രോപ്രിയേറ്റ് ഗൈഡൻസ്. ഇപ്പം നമുക്കായാലും ഒരു 20-25 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു സാധനം മേടിക്കണമെങ്കിൽ നമ്മുടെ കാശ് കൊടുത്ത് മേടിക്കാം, എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ സ്വന്തമായിട്ട് പോകാം, നമുക്കൊരു വണ്ടി മേടിക്കണമെങ്കിൽ സ്വന്തമായിട്ട് മേടിക്കാം. ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്നെങ്കിൽ അവരുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻസ് ആരാണോ അവരുടെ മേലെ ഡിപ്പെൻഡൻ്റ് ആണ് ഇവരൊക്കെ. സോ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയറും പ്രൊട്ടക്ഷനും ഗൈഡൻസും ഒക്കെ അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നല്ലൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് അവർക്ക് മാറാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പറയുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. ഒരു ഇൻട്രൊഡക്ഷൻ തരിക, യൂണിറ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളാണ്. സോ ഹോപ്പ് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോകാം. ചൈൽഡിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. 18 ഇയേഴ്സിന് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ കുട്ടികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യം കുട്ടികളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് പ്രൊട്ടക്ഷൻ ആക്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ലീഗൽ ഡെഫിനിഷനാണ്. ചൈൽഡ് എന്നുള്ള ഒരു ലീഗൽ ഡെഫിനിഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4-5ഓളം ആക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു, അതിലെന്താണ് പറയുന്നതെന്ന് പരിചയപ്പെട്ടു. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ 5 പോയിൻറ്റ്സ് നോക്കി. അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റിൻ്റെ മീനിങ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. എന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് ബേസിക്കായിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്. അതുപോലെ തന്നെ റൈറ്റ്സിൻ്റെയും നീഡ്സിൻ്റെയും ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തിനാണ് കുട്ടികൾക്ക് റൈറ്റ്സ് എന്നുള്ളതും നമ്മൾ പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഈ വീഡിയോയുടെ ബാക്കിയായിട്ട് നമ്മൾ ഇനിയും
ഈ ടോപ്പിക്സിനെ കണ്ടിന്യൂ ചെയ്തു പോരും. ആൻഡ് ഈ ഒരു മൊഡ്യൂൾ മാത്രമല്ല, ഈ സബ്ജക്റ്റിലെ മൊത്തം മൊഡ്യൂൾസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് നമ്മുടെ വരും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഇട്ടേക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ദ ക്ലാസ്. ബൈ.